മക്കളെ 5 സെക്കൻഡ് കൊണ്ടൊക്കെ ഒരു മാർക്ക് വാങ്ങിച്ചാലോ? നോക്കിയാ RRB NTPC ജൂൺ 15 ആദ്യത്തെ ഷിഫ്റ്റ് വെച്ച ക്വസ്റ്റ്യൻ ആണോ? അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ് അല്ലെ? പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് അവർ നോക്കിയാൽ റെഡ്യൂസ് ചെയ്തു, ആദ്യമേ റെഡ്യൂസ് ചെയ്ത് പിന്നെ എന്താ ചെയ്തു, പിന്നെ ഇൻക്രീസ് ചെയ്തു അല്ലെ? അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒരെണ്ണം കുറയുകയും ഒരെണ്ണം കൂടുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഫൈനൽ റിസൾട്ട് എന്നാണ്. അപ്പൊ നോക്കാം, കുറഞ്ഞേക്കണം എത്ര നോക്കണം? 15 കുറഞ്ഞേക്കുന്നു അല്ലെ? എത്ര കൂടിയേക്കണം? 10 കൂടിയേക്കണം. ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡിഫറൻസ് നോക്കാം. എത്ര? 15ഉം 10ന്റെ ഡിഫറൻസ് എത്രയാ? 5 അപ്പൊ 5ലേക്ക് കുറച്ച് കൂടുതൽ ഏതാണോ അതാക്കി നമ്മൾ ആൻസർ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാൻ മനസ്സിലായി. ഓപ്ഷൻ നോക്കിയാൽ 5ലേക്ക് കുറച്ച് കൂടുതൽ ഏതാന്ന് നോക്കിയാൽ 6.5 അല്ലെ? ഓപ്ഷൻ സി അതാണ് നമ്മൾ ആൻസർ. ഓപ്ഷൻ എ നോക്കിയാൽ 10 ഒരുപാട് കൂടുതലാണ്. ഓപ്ഷൻ ഡി എത്രയാണ്? 15ഉം ഒരുപാട് കൂടുതലാണ്. ഓപ്ഷൻ സി ബി ഒരിക്കലും വരത്തില്ല, കുറവ് ഒരിക്കലും വരത്തുമില്ല. അപ്പൊ അടുത്തത് ഓപ്ഷൻ സി എത്രയാണ്? 6.5. നിങ്ങൾ ക്ലാസ്സിൽ ഒരുപാട് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലെ? ഇത് കൺവേർഷൻ വില നിങ്ങൾ ചെയ്തെങ്കിൽ നോക്കണേ. എത്ര ഡിഗ്രീസ് ചെയ്ത് -15 അല്ലെ? പിന്നെ ഇൻക്രീസ് ചെയ്തപ്പോ എത്ര? +10, പിന്നെ എത്രയാ? -15 × 10 / 100 അല്ലെ? ഇതാണ് കൺവേർഷൻ വില ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരുപാട് ടൈമിലൊക്കെ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം ടൈം എന്ത് ചെയ്യുക? ഇതുപോലെ ഷോർട്ട് ട്രിക്സ് ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 5 സെക്കൻഡ് കൊണ്ട് ഒരു മാർക്ക് മേടിക്കാം. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.